ഇവരെ രണ്ടുപേരെയും സന്തോഷത്തോടെ ചിരിച്ച മുഖമായിട്ട് കാണുന്നത് എത്ര നന്നായിരിക്കും. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വിക്രമും നിലമോളും കുറച്ച് അടുത്ത് ഇടപഴകി വരുന്നുണ്ട്. ഇവരെങ്ങനെങ്കിലും ഒന്ന് ഒന്നിപ്പിക്കണം എന്റെ ഭഗവാനെ. ഈ ഗിഫ്റ്റ് എല്ലാം തന്നെ ഒരുപാട് താങ്ക്സ് അങ്കിൾ. സുഖാണോ? നന്നായിരിക്കുന്നു മോനെ. മോൻ എങ്ങനെയുണ്ട്? ഞാനും സുഖമായിട്ടിരിക്കുന്നു അമ്മേ. എന്താ കവിനെ കാണാത്തത്? മുത്തശ്ശി, കവിന് സ്കൂളിൽ ആബ്സെന്റാ. കവിൻ ലീവാണെങ്കിൽ പിന്നെ മോൻ എന്തിനാ സ്കൂളിലേക്ക് വന്നത്? അത് വേറൊന്നുമല്ല, നിലയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചായിരുന്നേ, അതൊന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാ. മുത്തശ്ശി, ഇത് കണ്ടോ? ഹോഴ്സ് ടോയ്. മുത്തശ്ശിക്ക് വേറൊരു കാര്യം അറിയോ? എന്റെ 2 പല്ലും ഇന്ന് പറഞ്ഞുപോയി. അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമായി ക്ലാസ്സില്. പക്ഷെ അങ്കിള് വന്ന് ചോക്ലേറ്റ്, സ്വീറ്റ്, ഗിഫ്റ്റ് എല്ലാം തന്ന ശേഷം എനിക്ക് എന്റെ വിഷമൊക്കെ മാറി. എന്റെ മുഖത്തേക്ക് നോക്കിയേ. എന്താ മുത്തശ്ശി ചിരിക്കണേ? ഒന്നുമില്ല പല്ലി. രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം പല്ല് പോയോ? നിനക്ക് അങ്കിള് ഒരുപാട് ഗിഫ്റ്റ് വാങ്ങി തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എന്താന്ന് വെച്ചാ, നില എന്റെ വീട്ടിൽ വന്ന് പോയതിനു ശേഷം എന്താണെന്ന് അറിയില്ല, ഞാൻ അവളോട് ഒരുപാട് കണക്റ്റഡ് ആയതുപോലെ തോന്നുക. അതുകൊണ്ട് നിലയെ എനിക്കൊന്ന് കാണണം തോന്നി. അവളോട് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ തൽക്കാലം ജോലികൾ മാറ്റിവെച്ച് അവളെ കാണാൻ സ്കൂളിലേക്ക് ഓടി വന്നത്. മോന് നിലയോട് ഒത്തിരി ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം മോള് നിങ്ങളുടെ അടുത്തുള്ള പോലെ നിങ്ങള് അവളോട് സ്നേഹത്തോടെ പെരുമാറുന്നത് കാണുമ്പോ ഒത്തിരി സന്തോഷം മോനെ. അത് എന്താണെന്ന് അറിയില്ലമ്മേ, നിലയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല കുസൃതിയുള്ള, സൗന്ദര്യവും ബുദ്ധിയുള്ള, നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു കുട്ടിയെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ പക്വതയ്ക്ക് പഠിപ്പിച്ച നിങ്ങളുടെ മോൾക്ക് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ്. മോനെ, എനിക്ക് മോനോടൊരു പ്രധാനപ്പെട്ട കാര്യം തനിച്ച് സംസാരിക്കണം. ഒന്നങ്ങോട്ട് വരൂ. അതെന്തിനാ ഒറ്റയ്ക്ക്? ഞാനും വരും. നില, മോള് കുറച്ചു നേരം ഇവിടെ നിൽക്ക്. ഞാൻ അങ്കിളിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചിട്ട് വരാം. ഓക്കെ? വാ മോനെ. പോരാട്ടോ. മുത്തശ്ശി എന്നാ കവിന്റെ അച്ഛനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോയത്? എന്തിനായിരിക്കും? പറയാമേ, എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ മോൻ വേറൊരു കല്യാണം കഴിക്കാൻ പോവാണെന്ന് അമ്മ പറഞ്ഞു. ആ കാര്യത്തിൽ മോന്റെ അഭിപ്രായം എന്താണെന്ന് അറിയണം. ഈ കാര്യം എങ്ങനെ മോനോട് ചോദിക്കാന്നറിയില്ലല്ലോ. എന്താ അമ്മ ഇത്? എന്നോട് എന്തോ തനിച്ച് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് അമ്മ തനി എന്തോ ആലോചിക്കാണല്ലോ. ഒന്നുമില്ല മോനെ, ഒരു കാര്യം ചോദിക്കണമെന്ന്. അത് എങ്ങനെ ചോദിക്കാന്ന് വിചാരിക്കായിരുന്നു. ഞാൻ ആ കാര്യം ചോദിച്ചാ മോൻ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാ. എന്താ അമ്മ കാര്യം? ചോദിച്ചോളൂ, ഞാൻ ഒന്നും വിചാരിക്കില്ല. അത് 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 മോനെ, മോൻ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പോവാണോ? ഈ കാര്യത്തെ പറ്റി അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അത് ഇന്ന് അമ്പലത്തിൽ വെച്ച് മോന്റെ അമ്മയെ കണ്ടിരുന്നു. അമ്മയാണ് മോന് വേണ്ടി പെണ്ണ് കണ്ട കാര്യവും 1 മാസത്തിനുള്ളിൽ കല്യാണം നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞത്. അതിനിടയിൽ നിങ്ങളോടും പറഞ്ഞു? അത് തെറ്റിദ്ധരിക്കരുത് മോനെ. മോനെ കുറിച്ച് ആലോചിച്ച് അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാനാണ് എന്താ കാര്യം അമ്മോട് ചോദിച്ചത്. അപ്പോഴാണ് മോന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ട കാര്യവും കല്യാണം നടത്താൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞത്. മോന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കേണ്ടത് ഒരമ്മയുടെ കടമയാണല്ലോ. അതുപോലെ തന്നെ മോന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അവരും അറിയണമല്ലോ. കാരണം ജീവിക്കാൻ പോണത് നിങ്ങളാണല്ലോ.
മോനും കല്യാണത്തിന് സമ്മതിക്കുന്നില്ലെന്നാ അമ്മ പറഞ്ഞത്. എന്താ മോന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ? സോറി മോനെ, ഞാനെന്താ ഇത് മോനോട് ചോദിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. മോനോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിച്ചതാ. ശരി, ഞാൻ തെറ്റിദ്ധരിക്കില്ല. എനിക്ക് ഈ കല്യാണത്തിന്റെ കാര്യത്തെ പറ്റിയുള്ള സംസാരം കേട്ടാൽ തന്നെ എനിക്ക് തല വെട്ടിപ്പൊളിരും പോലെ. ഇനി ഒരു കല്യാണത്തിന് എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതെന്താ മോനെ, ഇപ്പോഴും മോന് ആദ്യത്തെ ഭാര്യയെ മറക്കാൻ പറ്റുന്നില്ലേ? ആ ഒരു വാക്ക് മാത്രം പറയരുതമ്മേ. അവളെപ്പറ്റി ചിന്തിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ മറക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്?